JMain സെക്കൻഡ് സെഷൻ്റെ സെക്കൻഡ് ഡേയിൽ ഫസ്റ്റ് ഷിഫ്റ്റ് കഴിഞ്ഞിട്ട് നമ്മുടെ വിദ്യാർത്ഥികൾ എല്ലാവരും തന്നെ നമ്മുടെ സെൻറ്ററിൽ നിന്ന് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ എക്സാമിൻ്റെ എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് വിദ്യാർത്ഥികളോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം. യെസ്, മൊത്തത്തിൽ എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ? ഫിസിക്സും കെമിസ്ട്രിയും ഈസി ആയിരുന്നു, പക്ഷെ മാത്സ് കുറച്ച് ലെങ്തിയും ഡിഫിക്കൽട്ടും ആയിട്ട് തോന്നി. ഫിസിക്സും കെമിസ്ട്രിയും ന്യൂമറിക്കൽ വരെ കെമിസ്ട്രിയുടെ കുറച്ച് പാടായിരുന്നു. ഫിസിക്സിന്റെ ന്യൂമറിക്കൽ വളരെ ഈസി ആയിരുന്നു. ഈ ഇന്നലെ ഒരു പൊതുവായിട്ടുള്ളൊരു അഭിപ്രായം ഉണ്ടായിരുന്നു, നമ്മുടെ ഡേ 1 ലൈക്ക് കെമിസ്ട്രി കുറച്ച് പാടായിരുന്നു എന്നുള്ളത്. അപ്പോൾ ആ ഒരു ടഫ്നെസ് എക്സ്പെക്ട് ചെയ്തിട്ടാണോ ഇന്ന് വന്നത്? അതെ, കെമിസ്ട്രി ഇനോർഗാനിക് ടഫ് ആയിരുന്നു എന്നായിരുന്നു പറഞ്ഞത്, പക്ഷെ അത് അത്രയും ഡിഫിക്കൽട്ട് ആയിട്ട് ഇപ്പൊ തോന്നിയില്ല. കെമിസ്ട്രിക്ക് അത് ഫിസിക്കൽ കുറച്ച് ടഫ്. ഓക്കെ, മാത്സ് ടഫാന്ന് പറഞ്ഞു. ലൈക്ക് എങ്ങനെയായിരുന്നു മാത്സ് ലെങ്ത് ചെയ്യാൻ ലൈക്ക് അപ്രോച്ച് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ചില ക്വസ്റ്റ്യൻസ് ഒക്കെ കിട്ടിയില്ല, കുറച്ച് ടഫായിരുന്നു മാത്സ് ഒക്കെ. ഓക്കെ, ഇപ്പൊ നമ്മളിവിടെ നമ്മുടെ ബ്രില്യന്റിലെ കാര്യം പറയുവാണെങ്കിൽ നമ്മൾ ഒരുപാട് മോഡൽ എക്സാംസ് എഴുതിയിട്ടാണ് നമ്മൾ ഇങ്ങോട്ട് വരുന്നത്. അപ്പൊ അത്ര ആ ഒരു മോഡൽ എക്സാംസിന്റെ ആ ഒരു എക്സ്പീരിയൻസ് അത് നല്ല യൂസ് ഉണ്ടായി. ടെൻഷൻ അടിക്കാതെ വേഗം തന്നെ എല്ലാ ക്വസ്റ്റ്യൻസും ലൈക്ക് അപ്രോച്ചബിൾ ആയിരുന്നു. വേഗം നമുക്ക് ചെയ്യാനൊക്കെ ലൈക്ക് ഫിസിക്സ് ഒക്കെ വൃത്തിക്ക് തുടക്കമൊക്കെ കിട്ടി. ടൈം മാനേജ്മെന്റ് ഒക്കെ ടൈം ഒക്കെ കൃത്യം മാനേജ് ചെയ്യാൻ പറ്റി. ഓക്കെ, നിങ്ങൾ സെഷൻ 1 എഴുതിയവരാണോ? ഓക്കെ, അപ്പൊ കമ്പാരിറ്റീവ്ലി ലൈക്ക് വിച്ച് വാസ് ടഫർ? One was tougher and this was much more easy. Yes. Okay. ഇവിടെ മൊത്തത്തിൽ നമ്മുടെ എക്സാം സെന്ററിന്റെ ആംബിയൻസും കാര്യങ്ങളൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ലൈക്ക് സ്റ്റാഫുകളൊക്കെ സപ്പോർട്ടീവ് ആയിരുന്നു? എല്ലാം സപ്പോർട്ട്, പക്ഷെ ചൂട് കൂടുതലായിരുന്നു. നല്ല ചൂടായിരുന്നു. വേറെ എക്സാം സെന്റർ വെച്ച് കമ്പയർ ചെയ്യാൻ കഴിഞ്ഞ വർഷം പോയത് അമൽ ജ്യോതിയിലായിരുന്നു. ഓക്കെ, അത് വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഇത് ഭയങ്കര ചൂടായിരുന്നു. അവിടെയാണ് ഇച്ചിരി കൂടെ AC ഫെസിലിറ്റി ഒക്കെ ഉണ്ടായിരുന്നു. ഓക്കെ, കുറച്ചുകൂടെ കംഫർട്ടബിൾ ആയിരുന്നു. ഓക്കെ, താങ്കൾക്ക് എങ്ങനെയായിരുന്നു ലൈക്ക് സെഷൻ 1 നിന്ന് വിച്ച് വാസ് ഡിഫിക്കൽട്ടി ലെവൽ? എന്റെ സെഷനും എന്റെ അന്നത്തെ ഷിഫ്റ്റും ഈ ഷിഫ്റ്റ് ഓൾമോസ്റ്റ് സെയിം ആയിരുന്നു, പക്ഷെ ഇത് കുറച്ചും കൂടെ പെർഫോം ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നു. സബ്ജക്ട് വൈസ് നോക്കുവാണെങ്കിൽ ലൈക്ക് ഏതായിരുന്നു കുറച്ച് ഏറ്റവും പെട്ടെന്ന് ലൈക്ക് ഏറ്റവും എളുപ്പം? കെമിസ്ട്രി ആയിരുന്നു ഏറ്റവും കെമിസ്ട്രി. ന്യൂമറിക്കൽ വെച്ച് കെമിസ്ട്രി ആയിരുന്നു ഏറ്റവും എളുപ്പം. ന്യൂമറിക്കൽ കുറച്ച് പാടായിരുന്നു, പക്ഷെ കെമിസ്ട്രി ഫിസിക്സിന്റെ ഇതിൽ വരുമ്പോൾ ന്യൂമറിക്കൽ അത്യാവശ്യം ഈസി ആയിരുന്നു, പക്ഷെ ഓവറോൾ നോക്കുകയാണെങ്കിൽ കെമിസ്ട്രി ആയിരുന്നു കൂടി. കെമിസ്ട്രി ആയിരുന്നു. ഓക്കെ, ഇവിടെ നമുക്ക് എക്സാം എഴുതുന്നതിന് മുന്നോടിയായിട്ട് കുറെ ഫ്രിസ്കിങ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ഡിഫിക്കൽട്ടീസ് ഓഫ് ഇല്ല, അങ്ങനെ ഫിസിക്കൽ ഡിഫിക്കൽട്ടീസ് ഒന്നും ഇല്ലായിരുന്നു, സ്മൂത്ത് ആയിരുന്നു. ഓക്കെ, എങ്ങനെയുണ്ടായിരുന്നു എക്സാം? എനിക്ക് തോന്നുന്നു ഫിസിക്സും കെമിസ്ട്രിയും കുറച്ചും കൂടെ ഈസി ആയിട്ട് തോന്നി. മാത്സ് കുറച്ചൊരു ബുദ്ധിമുട്ട് തോന്നി. ഓക്കെ, നമ്മൾക്ക് കംഫർട്ടബിൾ ആയിട്ട് തോന്നിയ സബ്ജക്ട് ഫിസിക്സും കെമിസ്ട്രി ആയിരുന്നു. ഓക്കെ, എങ്ങനെ ടൈം മാനേജ്മെന്റ് ഒക്കെ എങ്ങനെയുണ്ടായിരുന്നു? ടൈം കുഴപ്പമുണ്ടായിരുന്നില്ല. ചില ക്വസ്റ്റ്യൻസ് ടഫ് ആയതുകൊണ്ട് ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യനെ കുറച്ചുകൂടെ ഫോക്കസ് ചെയ്തിട്ട് ചെയ്തു. ഓക്കെ, എങ്ങനെയാ മോൾ എക്സാം എഴുതിയത്? അതായത് ഏത് സബ്ജക്റ്റ് വെച്ചാണ് സ്റ്റാർട്ട് ചെയ്തത്? ഞാൻ കെമിസ്ട്രി വെച്ചാണ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ അത് പെട്ടെന്ന് തന്നെ തീർക്കാൻ പറ്റിയിട്ട് അടുത്ത സബ്ജക്റ്റിലേക്ക് പോകാൻ പറ്റും? അങ്ങനെ എന്തെങ്കിലും വേറെ അങ്ങനെ ടൈമിൽ അങ്ങനെ എന്തൊക്കെ അഡ്ജസ്റ്റ്മെന്റ് ആണ് മോൾ ചെയ്തത്? ഇല്ല, ഞാൻ ടഫാന്ന് തോന്നിക്കഴിഞ്ഞാൽ അടുത്ത ക്വസ്റ്റ്യനിൽ പോകും. അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ചും കൂടെ ക്വസ്റ്റ്യൻസ് ഒന്ന് നമ്മൾ ആ ഒരു ഇതിലേക്ക് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ റിട്ടേൺ വരുന്നിട്ട് ജസ്റ്റ് ഒന്നും കൂടെ ഒന്ന് ചെക്ക് ചെയ്യും. ഓക്കെ, എല്ലാം NCERT ബേസ്ഡ് തന്നെയല്ലായിരുന്നു അന്ന്? റിലേറ്റഡ് പോർഷൻസ് എന്തെങ്കിലും ഉണ്ടായിരുന്നോ? ഫിസിക്സും കെമിസ്ട്രിയും വന്നില്ല, കുറച്ച് ടഫ് ആയതുകൊണ്ട് അതിനനുസരിച്ചായിരുന്നു മാത്സിന്റെ വന്നത് അല്ലേ? ഓക്കെ, മോൾക്ക് എങ്ങനെ ഉണ്ടായിരുന്നു? കുഴപ്പമില്ലായിരുന്നു. ഓള് പറഞ്ഞ ഫിസിക്സും കെമിസ്ട്രിയും കുഴപ്പമില്ലായിരുന്നു, മാത്സ് ഇച്ചിരി പാടായിരുന്നു. ഓക്കെ, അപ്പൊ മോള് ഫിസിക്സും കെമിസ്ട്രിയും വെച്ച് നോക്കുമ്പോൾ എങ്ങനെയായിരുന്നു സ്റ്റാർട്ട് ചെയ്തൊക്കെ? എങ്ങനെയായിരുന്നു? ഞാൻ ഫിസിക്സ് വെച്ചിട്ടാണ് തുടങ്ങാറ്. അപ്പോൾ ഫിസിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് കെമിസ്ട്രി നോക്കി, പിന്നെ മാത്സ്. ഓക്കെ, അസർഷൻ റീസൺ ടൈപ്പ് ഒക്കെ ഉണ്ടായിരുന്നോ? ഇല്ല. സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ആയിരുന്നു. അപ്പൊ ഒരുപാട് അങ്ങനെ കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ഉണ്ടായിരുന്നോ? ചിലതൊക്കെ ഒരു സ്റ്റേറ്റ്മെന്റ് നമുക്കറിയായിരിക്കും, ചിലതിൽ ചെറിയ കൺഫ്യൂഷൻ ഉണ്ടാവും. ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ മോള് ഓവറോൾ എങ്ങനെയായിരുന്നു മോളുടെ എക്സ്പീരിയൻസ്? മോഡറേറ്റ് കുഴപ്പമില്ലായിരുന്നു. ഓക്കെ, മോൾക്ക് എങ്ങനെ തോന്നി? മോഡറേറ്റ് എക്സാം ആയിരുന്നു. ഫിസിക്സും കെമിസ്ട്രിയും എളുപ്പമായിരുന്നു, മാത്സ് ഇത്തിരി ബുദ്ധിമുട്ടായിരുന്നു. ഓക്കെ, മോള് ഈ പറഞ്ഞ പോലെ തന്നെ ഫിസിക്സിൽ ഈ സ്റ്റേറ്റ്മെന്റ് ഒക്കെ മോൾക്ക് കൺഫ്യൂസിംഗ് ആയിട്ട് തോന്നിയോ? അതോ ഒരു സ്റ്റേറ്റ്മെന്റ് നമുക്ക് പരിചയമുള്ളതാണെങ്കിൽ അടുത്തത് ചെറുതായിട്ട് കൺഫ്യൂസിംഗ് ആയിട്ട് അങ്ങനത്തെ ആയിരുന്നു? JMain ഫസ്റ്റ് സെഷൻ അല്ലേ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് വെച്ച് നോക്കുമ്പോൾ എങ്ങനെയായിരുന്നു ഈ ഒരു സെക്കൻഡ് സെഷന് തോന്നിയത്? കെമിസ്ട്രി കമ്പാരിറ്റീവ്ലി കുറച്ചും കൂടെ എളുപ്പമായിരുന്നു. ഫിസിക്സ് അതേ ഒരു റേഞ്ച് തന്നെയാണ് തോന്നിയത്, സെയിം റേഞ്ചിൽ തന്നെയായിരുന്നു. ഓക്കെ, അപ്പം മോൾക്ക് എങ്ങനെയായിരുന്നു ഫീൽ ചെയ്തത്? ഫിസിക്സും കെമിസ്ട്രിയും കമ്പാരിറ്റീവ്ലി ഈസി ആയിരുന്നു, പക്ഷേ മാത്സ് കുറച്ച് ലെങ്തി ആയിട്ട് ഫീൽ ചെയ്തു. ഞാൻ ഫിസിക്സിൽ നിന്നാണ് ആദ്യം സ്റ്റാർട്ട് ചെയ്തത്. ഫിസിക്സ് ആണ് സ്റ്റാർട്ട് ചെയ്തത്. ക്വസ്റ്റ്യൻസ് കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നിയുണ്ട്, പിന്നെ കെമിസ്ട്രി എടുത്തു, ലാസ്റ്റ് മാത്സ്. ഓവറോൾ മോഡറേറ്റ്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഈ എക്സാം സെന്ററിലേക്ക് ചെന്നപ്പോൾ അതിന് മുന്നേ ഉള്ള പ്രൊസീജിയേഴ്സ് ഒക്കെ എല്ലാം സ്മൂത്ത് ആയിട്ട് നടന്നോ? കുഴപ്പമൊന്നുമില്ലായിരുന്നു? അവിടെ അങ്ങനെ വേറെ വിഷയങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല? ഇല്ല. ഓക്കെ, മോൾ എങ്ങനെയായിരുന്നു എക്സാം സെന്ററിന്റെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയാണ്? അവിടുത്തെ ഒരു ആംബിയൻസ്, പിന്നെ നിങ്ങൾക്ക് ആ എക്സാമിന് തൊട്ട് മുന്നേ ഉള്ള പ്രൊസീജിയറും കാര്യങ്ങളൊക്കെ എങ്ങനെ പോയി? ബുദ്ധിമുട്ടില്ല? അങ്ങനെ അവിടെ ലാഗ് ഒന്നും വന്നില്ലല്ലോ? ടൈം കളയൊന്നും ചെയ്തില്ല? നല്ല പ്രോപ്പർ ആയിട്ട് പോയി?
സ്മൂത്ത് ആയിട്ട് പോയി, കുഴപ്പമൊന്നുമില്ല. ഓക്കെ, നമ്മുടെ മോഡൽ എക്സാംസിന്റെ ഒരു നിങ്ങൾ ട്രൈ ചെയ്തിട്ട് എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ ഈ എക്സാംസിൽ എഴുതിയപ്പം? സെയിം പാറ്റേൺ ആയിരുന്നു. ബ്രില്യന്റ് മോഡൽ എക്സാം എഴുതുന്ന പോലെ ആയിരുന്നു കാണാൻ സാധിച്ചോ? ഓക്കെ, മോൾക്ക് എങ്ങനെ ഫീൽ ചെയ്തു? പല മോഡൽ എക്സാമിൽ കണ്ട ടൈപ്പ് ചോദ്യങ്ങൾ നമുക്ക് അറ്റൻഡ് ചെയ്യാൻ കൂടുതൽ സഹായിച്ചു. മോൾക്കും അങ്ങനെ തന്നെയാണ് ഫീൽ ചെയ്തത്? കണ്ട ക്വസ്റ്റ്യൻസ് റിപ്പീറ്റഡ് ആയിട്ട് കാണുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ പാറ്റേണിൽ റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. കാണാൻ സാധിച്ചു. ഓക്കെ മോൾ, അപ്പൊ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. ഹായ് മോൾ, എങ്ങനെ ഉണ്ടായിരുന്നു എക്സാം? നല്ലതായിരുന്നു. എങ്ങനെയുണ്ടായിരുന്നു സബ്ജക്ട് വൈസ് നോക്കുകയാണെങ്കിൽ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് നോക്കുകയാണെങ്കിൽ എങ്ങനെ ഉണ്ടായിരുന്നു? ഫിസിക്സ് ഏറ്റവും എളുപ്പമായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. കെമിസ്ട്രി കുഴപ്പമില്ലായിരുന്നു, എങ്കിലും എളുപ്പം തന്നെയായിരുന്നു. മാത്സ് കുറച്ച് എനിക്കൊരു ബുദ്ധിമുട്ട് തോന്നി. കമ്പാരിറ്റീവ്ലി മോൾക്ക് എളുപ്പമായിട്ട് ഈസി ആയിട്ട് തോന്നിയത്? അതെ, ഫിസിക്സ് ആയിരുന്നു എളുപ്പമായിട്ട്. അപ്പൊ ടൈം ഒക്കെ എങ്ങനെയുണ്ടായി? ടൈം മാനേജ്മെന്റ് എങ്ങനെ തോന്നി? ടൈം മാനേജ് ചെയ്യാൻ പറ്റുമായിരുന്നു. ലൈക്ക് ടിക്ക് ഇടാനുള്ള ക്വസ്റ്റ്യൻസ് അങ്ങനെ ഉണ്ടായിരുന്നു. കുഴപ്പമില്ലാതെ അറ്റൻഡ് ചെയ്യാൻ പറ്റി. എല്ലാം തന്നെ സാറ്റിസ്ഫൈഡ് ആയിട്ട് തന്നെയാണ് എക്സാം എഴുതി കഴിഞ്ഞ് ഇറങ്ങുന്നത്? ആണ്. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. ഹായ്, എങ്ങനെയുണ്ടായിരുന്നു എക്സാം? എക്സാം ഒരു കുറച്ച് പാടായിരുന്നു. പക്ഷേ കെമിസ്ട്രിയും ഫിസിക്സും ഒക്കെ, കെമിസ്ട്രി കുറച്ച് അറിയാത്ത ചോദ്യം ഉണ്ടായിരുന്നു. പക്ഷേ ഫസ്റ്റ് സെഷൻ വെച്ച് കുറച്ചുകൂടി എളുപ്പമെന്ന് എനിക്ക് തോന്നിയായിരുന്നു. എളുപ്പമാണ്. ടൈം മാനേജ്മെന്റ് എങ്ങനെയുണ്ടായിരുന്നു? ടൈം മാനേജ്മെന്റ് നല്ലോണം പോകാൻ പറ്റി. മാത്സ് കുറച്ച് ലെങ്തി ആയിരുന്നു തോന്നി, പക്ഷേ ബാക്കിയെല്ലാം കുഴപ്പമില്ലായിരുന്നു. ഇന്നലെ പൊതുവെ കേട്ട ഒരു ചോദ്യമാണ്, കെമിസ്ട്രി ഭയങ്കര ടഫായിരുന്നു എന്നത്. അപ്പൊ ആ ഒരു ടഫ്നെസ് പ്രതീക്ഷിച്ചാണോ ഇന്ന് വന്നേ? ആ ഒരു സംഭവം കിട്ടിയോ? ഞാൻ പ്രതീക്ഷിച്ചാ വന്നേ. കിട്ടി നല്ലോണം കിട്ടി. ടഫായിരുന്നു? എനിക്ക് ടഫായിരുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ ജെയ് സെഷൻ 1 എഴുതിയ ആളാണ്. അപ്പോൾ ഒരു കമ്പാരിറ്റീവ്ലി നോക്കുവാണെങ്കിൽ വിച്ച് വാസ് ബെറ്റർ? അതിൽ കെമിസ്ട്രി ഇത്തിരി കൂടെ എളുപ്പം. ഞാൻ ആദ്യത്തെ സെഷൻ കൊള്ളായിരുന്നു. അപ്പം അന്ന് കെമിസ്ട്രി ഫിസിക്സ് ഒക്കെ നല്ല എളുപ്പം. ഇന്ന് അത്യാവശ്യം ചെയ്യാനുണ്ടായിരുന്നു, അത്യാവശ്യം ടൈം കൺസ്യൂമിംഗ് ഒക്കെ ആയിരുന്നു. നമുക്ക് എങ്ങനെയായിരുന്നു? ജെയ് സെഷൻ 1 ആയിരുന്നു, സെഷൻ 2 ആയിരുന്നു കുറച്ചുകൂടെ എളുപ്പമായിട്ട്? സെഷൻ 1 ഞാൻ എഴുതിയത് 28 S1 ആയിരുന്നു. അത് വെച്ച് നോക്കുമ്പോൾ പേപ്പർ ഡിഫിക്കൽട്ടി കമ്പാരിറ്റീവ്ലി എളുപ്പമായിരുന്നു. പക്ഷേ എനിക്ക് ടൈം മാനേജ്മെന്റിന്റെ പ്രശ്നം ആയതുകൊണ്ട് വിചാരിച്ചത്ര ചെയ്യാൻ പറ്റിയില്ല. ഓക്കെ, നമ്മുടെ സെന്ററിൽ ഒരുപാട് ഫ്രിസ്കിങ്ങും കാര്യങ്ങളൊക്കെ പൊതുവെ നമ്മൾ നടക്കുന്നതാണ്. അതൊക്കെ കംഫർട്ടബിൾ ആയിരുന്നോ? അതെ, ഒരു കുഴപ്പമൊന്നുമില്ല. നമ്മുടെ സെന്ററിന്റെ ആംബിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല ആംബിയൻസ് ഒക്കെ, കുഴപ്പമൊന്നുമില്ലായിരുന്നു. ഓക്കെ, എങ്ങനെയുണ്ടായിരുന്നു എക്സാം? എക്സാം ഒരു ഈസി ടു മോഡറേറ്റ്, അത് കൂടുതൽ ഈസിയുടെ അടുത്തേക്ക് നിൽക്കുന്ന മാതിരത്തെ എക്സാം തന്നെയായിരുന്നു. ഓക്കെ, ഏറ്റവും എളുപ്പമായിട്ട് തോന്നിയ സബ്ജക്റ്റ് ഏതായിരുന്നു? ഏറ്റവും എളുപ്പം എനിക്ക് തോന്നുന്നു കെമിസ്ട്രി ആയിരുന്നു. അതായത് കഴിഞ്ഞ ദിവസത്തെയൊക്കെ എന്താണ് വെച്ച് നോക്കുമ്പോൾ കെമിസ്ട്രി വളരെ ഡിഫിക്കൽട്ടാണെന്നൊരു ഷിഫ്റ്റ് വന്നിരുന്നു. അതായത് നോർമലി ജെയിൽ മെയിൻസിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നതിനേക്കാളും ഡിഫിക്കൽട്ടായിട്ട് കെമിസ്ട്രി വന്നു. അത് കഴിഞ്ഞ ഷിഫ്റ്റിലൊക്കെ കേട്ടിരുന്നു. പക്ഷേ ഇപ്പോൾ അത് നോർമൽ ആയിട്ട് വന്ന മാതിരി എനിക്ക് തോന്നുന്നു. ഒരു ടഫ്നെസ് നമുക്ക് ഇന്ന് തോന്നിയില്ല. ഓക്കെ, താങ്ക് യു. നമ്മൾ മോഡൽ എക്സാംസ് ഒരുപാട് എഴുതിയിട്ടുണ്ടല്ലേ ബ്രില്യന്റിൽ വെച്ച് തന്നെ? അപ്പോൾ ആ ഒരു എക്സാം അത്ര എഴുതിയതിൻ്റെ എക്സ്പീരിയൻസ് നമുക്ക് എത്രത്തോളം ഇവിടെ ഗുണം ചെയ്തു? കുറേ ഗുണം ചെയ്തു. നമുക്ക് നെഗറ്റീവ്സ് കുറയ്ക്കാൻ ഞാൻ കൂടുതലും മോഡൽ എക്സാം എഴുതിയിട്ട് നമുക്ക് അതിൽ വരുന്ന നെഗറ്റീവ്സ് കുറയ്ക്കാനാണ് ശ്രമിക്കാം. എനിക്ക് ആ മോഡൽ എക്സാം എഴുതിയതിൻ്റെ ഗുണം ശരിക്കും മനസ്സിലായത് നമ്മൾ PYQ പേപ്പേഴ്സ് എഴുതുമ്പോൾ നെഗറ്റീവ് കുറഞ്ഞു വന്നതും സ്കോർ കൂടുന്നത് കണ്ടപ്പോഴാണ്. അതിവിടെയും എനിക്ക് ബെനിഫിഷ്യൽ ആയിട്ടുണ്ടാവും. എനിക്കും പിന്നെ എക്സാമിനെ കുറച്ച് എനിക്കും എളുപ്പമായിട്ട് തന്നെയാണ് പറയാനുള്ളത്. ഫിസിക്സ് കെമിസ്ട്രി അത്യാവശ്യം എളുപ്പമായിരുന്നു. മാത്സും കഴിഞ്ഞ ജാനുവരി വെച്ച് നോക്കുകയാണെങ്കിൽ എനിക്ക് സിമിലർ ആയിട്ടാണ് തോന്നിയത്. ഞാൻ കുറച്ച് ബെറ്റർ ചെയ്തിട്ടുണ്ടാവുക ജാനുവരി ഷിഫ്റ്റ് ആയിരിക്കും, പക്ഷേ കുഴപ്പമില്ലായിരുന്നു. ഈസി ടു മോഡറേറ്റ് തന്നെയായിരുന്നു. ഓക്കെ, ഈ മാത്സിലേക്ക് വരുമ്പോൾ ഈ ലെങ്തി ക്വസ്റ്റ്യൻസ് ഒക്കെ ഒരുപാടുണ്ടായിരുന്നോ അതോ എങ്ങനെയാണ്? മാത്സിൽ ലെങ്തി എന്ന് പറയാൻ ചെയ്യാൻ പറ്റുന്ന കുറേ ക്വസ്റ്റ്യൻസ് കാണും. അത് ചില ക്വസ്റ്റ്യൻസ് ഇപ്പം വെക്ടറിൻ്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ വരികയാണെങ്കിൽ നെഗറ്റീവ് സൈൻ അങ്ങനത്തെ മാറിപ്പോകുന്ന, അങ്ങനെ ഒരു സ്ഥലത്ത് മാറിയാൽ ആൻസർ കിട്ടാൻ കുറച്ചുകൂടി ബുദ്ധിമുട്ടായിരിക്കും. പിന്നെയും ചിലപ്പോൾ ചെയ്ത് നോക്കേണ്ടി വരും. അങ്ങനത്തെ പ്രശ്നങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ മാത്സ്. വേറെ കുഴപ്പമൊന്നുമില്ല. ഇല്ല. ഈ ഡിലീറ്റഡ് ക്വസ്റ്റ്യൻസ് അങ്ങനെ എന്തെങ്കിലും ഡിലീറ്റഡ് ആയിട്ടൊന്നും വന്നില്ല? എല്ലാം നമ്മൾ പഠിച്ച NCERT ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ് അല്ലേ? ഓക്കെ, താങ്ക് യു. എങ്ങനെ ഉണ്ടായിരുന്നു എക്സാം? എക്സാം ഈസി ടു മോഡറേറ്റ് തന്നെയായിരുന്നു. ഫിസിക്സ് എളുപ്പമായിരുന്നു. കുറച്ച് 2-3 ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. അതിൽ ടൈം വേസ്റ്റ് ചെയ്തില്ലെങ്കിൽ പിന്നെ ഫിസിക്സ് എളുപ്പം തന്നെയായിരിക്കും. കെമിസ്ട്രിയും എളുപ്പമായിരുന്നു. കുറച്ച് കൺഫ്യൂസിങ് ക്വസ്റ്റ്യൻസ് 2-3 ഉണ്ടാകും. അതിൽ ടൈം വേസ്റ്റ് ചെയ്ത് പോയാൽ അതും കെമിസ്ട്രിയും അതേപോലെ എളുപ്പമാവും. മാത്സ് 10-12 ക്വസ്റ്റ്യൻസ് സെലക്ട് ചെയ്ത് കറക്റ്റായിട്ട് ചെയ്താൽ അത് ചെയ്യാൻ പറ്റും. ആവശ്യമില്ലാത്ത ക്വസ്റ്റ്യൻസിൽ ടൈം വേസ്റ്റ് ചെയ്താൽ അവിടെയും ടൈം പോകും. അപ്പോൾ എല്ലാം സെലക്ഷനാണ് മാത്സിൽ. ഇപ്പോൾ മൊത്തത്തിൽ ഈസി ടു മോഡറേറ്റ് തന്നെയായിരുന്നു. അപ്പോൾ ഇതൊരു സജഷനായിട്ട് ഇനി എക്സാം വരുന്നവർക്ക് നമുക്ക് പറയാൻ പറ്റുന്ന കാര്യങ്ങൾ തന്നെയാണ് ഇപ്പോൾ പറഞ്ഞത്. ലൈക്ക് സെഷൻ 1 എഴുതിയ ആളാണല്ലേ? കമ്പാരിറ്റീവ്ലി വിച്ച് വാസ് ബെറ്റർ? ഞാൻ എഴുതിയ സെഷനേക്കാൾ കുറച്ച് ഡിഫിക്കൽട്ടായിരുന്നു ഈ സെഷൻ. അപ്പോൾ അത് ഓരോ സെഷൻ പോലെ ഇരിക്കും. പക്ഷെ എന്നാലും അത് അങ്ങനെ കറക്റ്റായിട്ട് പറയാൻ പറ്റത്തില്ല. ചിലപ്പോൾ നാളെ ഭയങ്കര ഡിഫിക്കൽട്ടാവാം, എളുപ്പമാകാം, എന്തുവേണമെങ്കിലും സംഭവിക്കാം. ഒരു ഓപ്പൺ മൈൻഡ് സെറ്റോടെ എക്സാം എഴുതാൻ പോവാം. ഒന്നും
പ്രീ ആയിട്ട് അസ്യൂം ചെയ്യേണ്ട. ഡിഫിക്കൽട്ട് ആണെങ്കിൽ അതേപോലെ അപ്പം അഡാപ്റ്റ് ചെയ്യുക, ഈസി ആണെങ്കിൽ അപ്പം അഡാപ്റ്റ് ചെയ്യുക. ഓക്കെ. അപ്പോൾ ഇനി എക്സാം എഴുതാൻ പോകുന്നവർക്ക് ലൈക്ക് ഡു യു ഹാവ് എനി സജഷൻസ് ടു ഗിവ്? ടൈം മാനേജ്മെന്റ് നിങ്ങൾ നോക്കണം. ചിലപ്പോൾ നിങ്ങൾക്ക് ഈസി എക്സാം ആണെങ്കിൽ എക്സ്ട്രാ ടൈം കിട്ടും. ചിലപ്പോൾ ഹാർഡ് എക്സാം ആണെങ്കിൽ ലൈക്ക് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ സെലക്ഷൻ ഇമ്പോർട്ടൻ്റ് കൊടുക്കേണ്ടത്. അപ്പം ഈസി എക്സാം എക്സ്ട്രാ ടൈം കിട്ടി അതെങ്ങനെ യൂട്ടിലൈസ് ചെയ്യണമെന്ന് മനസ്സിലാക്കണം. ചിലപ്പോൾ നിങ്ങൾക്ക് ചില കാൽക്കുലേഷൻ ഡൗട്ട്ഫുൾ ആയിട്ടുണ്ടാവും, അതൊന്നും കൂടി ചെയ്യാൻ നോക്കണം. പിന്നെ ഡൗട്ടുള്ള ക്വസ്റ്റ്യനിൽ അധിക സമയം ചിലവാക്കാതെ ലൈക്ക് നമുക്ക് അറിയുന്ന ക്വസ്റ്റ്യൻ ചെയ്യണം. അപ്പം ക്വസ്റ്റ്യൻ സെലക്ഷനും പിന്നെ ഈസി എക്സാം ആണെങ്കിൽ എക്സ്ട്രാ ടൈം വെച്ചിട്ട് എന്ത് ചെയ്യണം എന്നൊരു പ്ലാൻ ഉണ്ടാക്കണം. ഓക്കെ, താങ്ക് യു. എങ്ങനെയുണ്ടായിരുന്നു എക്സാം? എക്സാം കുഴപ്പമില്ലായിരുന്നു. മാത്സ് കുറച്ച് ഡിഫിക്കൽട്ട് ആയിരുന്നു. ഓക്കെ, മോൾക്ക് എങ്ങനെ ഉണ്ടായിരുന്നു? അങ്ങനെ തന്നെ ഫസ്റ്റ് സെക്ഷനെക്കാട്ടിലും ഒന്നുകൂടെ നന്നായിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റി. മാത്സ് പറഞ്ഞ പോലെ ഒരു 4 ക്വസ്റ്റ്യൻസ് 5 അറ്റൻഡ് ചെയ്തു. പിന്നെ ചെറിയൊരു ഇത്. മോൾക്ക് ഏതായിരുന്നു കമ്പാരിറ്റീവ്ലി ഏറ്റവും എളുപ്പമായിട്ടുള്ള സബ്ജക്റ്റ്? എനിക്ക് കെമിസ്ട്രി ആക്ച്വലി ഇന്നലെ എല്ലാവരും പറഞ്ഞു ടഫായിരുന്നു. അപ്പോൾ ആ ഒരു ലെവലിൽ പ്രതീക്ഷ അത്രയും ടഫായിരുന്നില്ല. കെമിസ്ട്രി എളുപ്പമായിരുന്നു. പിന്നെ കുറച്ച് സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു ഫിസിക്സിലും കെമിസ്ട്രിയിലും. അത് കുറച്ച് കൺഫ്യൂസിങ് ആയിരുന്നു. നമുക്ക് പേടി വരും അത് കുത്തണോ വേണ്ടേ എന്നുള്ളൊരു ഇത്. അങ്ങനത്തെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. ലെങ്തി ടൈപ്പ് ഏതെങ്കിലും ഉണ്ടായിരുന്നോ? ലെങ്തി ടൈപ്പ് അങ്ങനെ ഒന്നും അധികം കണ്ടില്ല. മാത്സ് ആണ് പിന്നെ കുറച്ചൊന്ന് ചിന്തിച്ച് കുറച്ച് ടൈം എടുക്കേണ്ട രീതി തോന്നി. അപ്പോൾ അത് വേഗം ഇതാക്കി അധികം മാത്സ് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല. കെമിസ്ട്രി വിചാരിച്ച അത്ര ടഫായിരുന്നില്ല. ഫിസിക്സ് വന്നപ്പോഴും കുറച്ച് സ്റ്റേറ്റ്മെന്റും ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടായിരുന്നു. ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻസും ഉണ്ടായിരുന്നു 2-3 പക്ഷെ വലിയ കുഴപ്പമില്ല. സെക്ഷനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നന്നായിട്ട് ചെയ്യാൻ പറ്റും. സബ്ജക്ട് വൈസ് ഒന്ന് തിരിച്ചു നോക്കുവാണെങ്കിൽ ഫിസിക്സും കെമിസ്ട്രി ഇതുപോലെ തന്നെ ലൈക്ക് കുഴപ്പമുണ്ടായിരുന്നില്ല. പക്ഷെ ചെറിയൊരു എവിടെയൊക്കെ ഒരു കൺഫ്യൂഷൻ വരുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. പിന്നെ മാത്സിനെ പറയുകയാണെങ്കിൽ നല്ല ലെങ്തി ലൈക്ക് ചെയ്തെടുക്കാൻ നല്ല ടൈം എടുക്കുന്നുണ്ടായിരുന്നു. ടൈം മാനേജ്മെന്റ് ഒരു പ്രശ്നമായിരുന്നു. ഓക്കെ. അപ്പൊ ബാക്കി അവിടുത്തെ നമ്മുടെ ഈ എക്സാം സെന്ററിൽ വന്ന് എഴുതിയപ്പോഴത്തേക്ക് എല്ലാ രീതിയിലും കംഫർട്ടബിൾ ആയിരുന്നോ? അല്ല, കംഫർട്ടബിൾ ലൈക്ക് ഇവിടുത്തെ ഒരു ഫ്രിസ്കിങ് ഏരിയ അതൊക്കെ ഓക്കെ ആയിരുന്നു. പക്ഷെ എക്സാം എഴുതുന്നതിനിടയ്ക്ക് എന്റെ സിസ്റ്റം ഒന്ന് സ്റ്റക്കായി. അപ്പൊ പെട്ടെന്ന് ഭയങ്കര ഒരു ടെൻഷൻ വന്നു. പിന്നെ അപ്പോ ലൈക്ക് ഇൻവിജിലേറ്ററിനെ വിളിച്ചു. അപ്പൊ അവര് വേറൊരു ഇൻവിജിലേറ്ററിനെ വിളിച്ച് വന്ന് നോക്കുമ്പോൾ ശരിയാവുന്നില്ല. പിന്നെ എനിക്ക് സിസ്റ്റം മാറ്റി തന്നു. പിന്നെ ഓക്കെ ആയിരുന്നു. ലൈക്ക് ടൈം ഒക്കെ നമുക്ക് സ്റ്റക്കായി നിന്ന ടൈം കറക്റ്റ് തന്നെ തിരിച്ചു കിട്ടുകയും ചെയ്തു. അത് കുഴപ്പമുണ്ടായിരുന്നില്ല. ടെൻഷൻ വന്നേ ഉള്ളൂ. പിന്നെ പെട്ടെന്ന് അത് കൂളായി. ഓക്കെ. അപ്പൊ നമ്മുടെ മോഡൽ എക്സാംസ് ഒക്കെ നിങ്ങൾ എഴുതിയിട്ടുണ്ടായിരുന്നു അല്ലേ? അപ്പൊ ആ മോഡൽ എക്സാംസുമായിട്ട് അടുത്ത് നിൽക്കുന്ന ക്വസ്റ്റ്യൻസ് അതുപോലത്തെ പാറ്റേൺ ഒക്കെ കാണാൻ ഉണ്ടായിരുന്നു. സെയിം ടൈപ്പിലൊക്കെ കാണാൻ സാധിച്ചു അല്ലേ? ഉണ്ടായിരുന്നു. പിന്നെ മാത്സ് ഒരു ലെങ്തി ആയതുകൊണ്ടൊരു വിഷയം അത്ര ഉണ്ടായിരുന്നല്ലോ. ഓക്കെ. മോൾക്കും അങ്ങനെ തന്നെ ഫീൽ ചെയ്തോ? അതെ. മാത്സ് ആണെങ്കിലും ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് നമുക്ക് അവിടെ ഇട്ടിട്ടുണ്ടല്ലോ. ബ്രില്യനിൽ ടഫ് അങ്ങേറ്റവും ടഫായിട്ടുള്ളത് ഇട്ടിട്ടുണ്ട്, നമുക്ക് ഇതായിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പം അവിടുത്തെ ഒരു ഇത് തന്നെ ഹെൽപ്പ് ചെയ്തു. തീർച്ചയായിട്ടും. നമുക്ക് ക്വസ്റ്റ്യൻ കാണുമ്പോൾ നമ്മളിങ്ങനെ ഓർക്കും ഇത് അന്ന് നമ്മൾ ഉണ്ടായിരുന്നല്ലോ എന്നൊക്കെ. ചിലത് ആ ഒരു പാറ്റേൺ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ചെയ്ത് വരുമ്പോൾ നമുക്ക് ഇങ്ങനെ പറ്റി. ഓക്കെ. അപ്പൊ നിങ്ങൾക്ക് ഇനി നല്ല സ്കോറിംഗ് നേടാൻ സാധിക്കട്ടെ. ഓൾ ദി ബെസ്റ്റ്. എൻ്റെ പേര് മാനുവൽ. എവിടെ നിന്ന് വരുന്നു? ഞാൻ തൃശ്ശൂർ. അതെ. റിപ്പീറ്റർ ബാച്ച്. എങ്ങനെയുണ്ടായിരുന്നു എക്സാം ഓവറോൾ? എക്സാം മൊത്തത്തിൽ എളുപ്പമായിരുന്നു. ഇന്നലെ കഴിഞ്ഞ സെഷനിൽ 2ാം തീയതിത്തെ കെമിസ്ട്രീനേക്കാളും കുറച്ചൊരു എളുപ്പമായിട്ട് തോന്നി. മറ്റേ പ്രഡിക്ഷൻ എന്താ പറയാ, ഇന്നലത്തെ ലൈവ് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിൽ കെമിസ്ട്രിയുടെ ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കുമ്പോൾ ഇപ്പോഴത്തെ കുറച്ചുകൂടി എളുപ്പമായിട്ട് കിട്ടിയ. ഇന്നലെ കെമിസ്ട്രി ഭയങ്കര പാടാണ് പൊതുവെ ഒരു അഭിപ്രായം ഉണ്ട്. അതെ. ഇന്ന് കെമിസ്ട്രി എളുപ്പമായിരുന്നു. ഫിസിക്സ് ഒരു എളുപ്പം തന്നെയാന്ന് പറയാം, കഴിഞ്ഞ എക്സാം പോലെ തന്നെ. മാത്സ് പിന്നെ ഒരു സാധാരണ ജയിക്ക് വരാറുള്ള പോലെ തന്നെ ആ ഒരു ലെവൽ തന്നെ വന്നത്. ഈ കെമിസ്ട്രി പാടാന്ന് പറയുമ്പോൾ അതിനകത്ത് എങ്ങനെയായിരുന്നു? ഇനോർഗാനിക് ഓർഗാനിക് ഏതിനായിരുന്നു കൂടുതലും? ഏത് കഴിഞ്ഞാലോ? ഇപ്പൊ എഴുതിയാല് ഏകദേശം മിക്സ്ഡ് ആയിട്ട് തന്നെ വന്നേ. സെക്ഷൻ ബിയിലാണ് കുറച്ചൊരു ന്യൂമറിക്കൽ വന്നത്. നമ്മുടെ ഇപ്പൊ ഈ ബ്രില്യന്റ് സ്റ്റുഡന്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ധാരാളം മോഡൽ എക്സാംസ് എഴുതി ഇത്ര എഴുതി നമുക്ക് അത്യാവശ്യം നല്ല പരിചയമായിട്ടുണ്ട് ഈ എക്സാം ഒക്കെ എഴുതി. അപ്പൊ ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയാണ് നമ്മൾ ഒരു റിയൽ ലൈഫ് എക്സാമിലേക്ക് വന്നപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെ നമുക്ക് ഗുണം ചെയ്തത്? ഇതില് കുറെ എക്സാം ഞാൻ എഴുതിയിട്ടുണ്ട്, മോഡൽ എക്സാം ബ്രില്യന്റ് എഴുതിയിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടെ വന്നപ്പോൾ ചെറിയൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷെ എക്സാം എഴുതി തുടങ്ങിയപ്പോൾ ആ ടെൻഷൻ ഉണ്ടായിരുന്നില്ല. സുഖമായിട്ട് അവിടെ ഇരുന്ന് എഴുതണം, ബ്രില്യന്റിൽ ഇരുന്ന് എഴുതണ പോലെ തന്നെ എഴുതാൻ പറ്റി. അതെ. ടൈം നന്നായിട്ട് മാനേജ് ചെയ്യാൻ പറ്റി. അവിടെ എങ്ങനെ എക്സാം എഴുതണോ ആ സെയിം രീതിയിൽ തന്നെ ഇവിടെയും പോയി. അപ്പൊ ഇവിടെ എക്സാമിന്റെ മുന്നോടിയായിട്ട് നമുക്ക് കുറെ ഫ്രിസ്കിങ്ങും കാര്യങ്ങളും ചെക്കിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. കംഫർട്ടബിൾ ആയിരുന്നു? അത് കംഫർട്ടബിൾ ആയിരുന്നു, കുഴപ്പമൊന്നും ഉണ്ടായില്ല. ഹായ്, എങ്ങനെയായിരുന്നു എക്സാം? അത്യാവശ്യം കുഴപ്പമില്ലായിരുന്നു. ഈസി ടു മോഡറേറ്റ് എങ്ങനെയായിരുന്നു ഒന്ന് ഇവാലുവേറ്റ് ചെയ്യായിരുന്നെങ്കിൽ?
മോഡറേറ്റ് തന്നെ മോഡറേറ്റ് ആയിരുന്നു. അത്യാവശ്യം എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. ഏതിലായിരുന്നു കൂടുതൽ, ഏത് സബ്ജക്റ്റിലാണ് കൂടുതൽ ഈസി ക്വസ്റ്റ്യൻസ് വന്നത്? ഫിസിക്സ്, കെമിസ്ട്രി, മാത്സിൽ വൈസ് നോക്കുമ്പോൾ എല്ലാം ഒരേപോലെയാണ് എനിക്ക് തോന്നിയത്. പിന്നെ മാത്സിനും കുറെ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. ഓക്കെ, മോൾക്ക് എങ്ങനെ തോന്നി? കെമിസ്ട്രിയിൽ ഇന്നലെ പറഞ്ഞതിനെക്കാട്ടും കൂടുതൽ എളുപ്പമായിട്ട് തോന്നി. ക്വസ്റ്റ്യൻസ് വേഗം ചെയ്യാൻ. പിന്നെ ഫിസിക്സ് കുറെ ക്വസ്റ്റ്യൻസ് ഡയറക്റ്റ് അപ്ലൈ ചെയ്യേണ്ട കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. മാത്സ് കുറച്ച് ടഫായിരുന്നോ? മോൾക്ക് കമ്പാരിറ്റീവ്ലി ടഫായിരുന്നു തോന്നി? മാത്സ് എനിക്ക് ടഫായി തോന്നി. പിന്നെ എക്സാം ഒരു മോഡറേറ്റ്, കുഴപ്പമില്ലായിരുന്നു. ഓക്കെ, മോൾക്ക് എങ്ങനെ ഉണ്ടായിരുന്നു? ഫസ്റ്റ് സെക്ഷൻ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഇത് എളുപ്പമായിരുന്നു. അല്ല, മോഡറേറ്റ് ആയിരുന്നു, കുഴപ്പമുണ്ടായില്ല. സബ്ജക്ട് വൈസ് നോക്കുകയാണെങ്കിലോ? കെമിസ്ട്രി കൂടുതൽ അറ്റൻഡ് ചെയ്തത്. ഓക്കെ, അപ്പൊ ഇതിന്റെ ഒരു ടൈം മാനേജ്മെന്റ് എങ്ങനെയാ മോള് മാനേജ് ചെയ്തത്? കിട്ടിയില്ലേ, കുറവായിരുന്നു. അപ്പൊ ഏറ്റവും മാത്സ് ചെയ്ത് വന്നപ്പോഴേക്കും ടൈം ഔട്ടായി. ഏറ്റവും കൂടുതൽ ടൈം എടുത്ത് ഏത് സബ്ജക്ട് ആയിട്ടാ തോന്നിയത്? അങ്ങനെയൊന്നുമില്ല, ഏകദേശം സെയിം. എല്ലാത്തിനും ഏകദേശം ഒരേ ടൈമിന്. അല്ല, കെമിസ്ട്രി ഫസ്റ്റ് ചെയ്തു, എന്നിട്ട് വേഗം കിട്ടണതൊക്കെ ചെയ്തിട്ട് പിന്നെ ഫിസിക്സ് നോക്കി, പിന്നെ മാത്സ്, പിന്നെ വീണ്ടും അറിയാം ഇങ്ങനെ ചെയ്തു. അങ്ങനെയായിരുന്നു. ഓക്കെ, നമ്മുടെ മോഡൽ എക്സാംസ് ഒക്കെ അറ്റൻഡ് ചെയ്തല്ലേ, അത് ഹെൽപ്ഫുൾ ആയോ? ഹെൽപ്ഫുൾ ആയിരുന്നു. മോഡൽ എക്സാമിനെക്കാട്ടും ഈസി ആയിട്ടാണ് തോന്നിയത്. അപ്പം അത് നല്ലോണം പ്രാക്ടീസ് ചെയ്ത് പോയാൽ നമുക്കിത് അത്യാവശ്യം ഈസി ആയിട്ട് തോന്നും. നന്നായിട്ട് തോന്നി. ഓക്കെ, മോൾക്ക് എന്നാ തോന്നിയേ? കുറച്ച് ക്വസ്റ്റ്യൻസ് മോഡൽ എക്സാമിൽ അതേ ടൈപ്പ് തന്നെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നു. ഏതാണെന്ന് എനിക്ക് ഓർമ്മയില്ല. ഫിസിക്സോ കെമിസ്ട്രിയോ? കെമിസ്ട്രിയിൽ വന്നിട്ടുണ്ടായിരുന്നു ഒരു ക്വസ്റ്റ്യൻ, ഒരു വേവ് ലെങ്ത്തിന്റെ ക്വസ്റ്റ്യൻ അത് വന്നിട്ടുണ്ടായിരുന്നു. സെയിം ആയിട്ട് തന്നെ വന്നു അല്ലേ? സെയിം, ജസ്റ്റ് കുറച്ച് ഡിഫറൻസുകൾ ഒന്നാ ചെയ്യാൻ പറ്റുന്ന രീതിക്ക് വന്നിട്ടുണ്ടായിരുന്നു മോഡൽ എക്സാമിന്റെ. അത് ഹെൽപ്ഫുൾ ആയിട്ട് അതുകൊണ്ട് തോന്നി. ഓക്കെ, മോൾക്ക് എങ്ങനെയാണ് ഇതുപോലെ മോഡൽ എക്സാം എഴുതി പ്രാക്ടീസ് ചെയ്തുകൊണ്ട് ടെൻഷൻ ഉണ്ടാവില്ല? നമ്മൾ എന്നും മോഡൽ എക്സാം പോയി എഴുതണോ വരണം. അപ്പോൾ ഇതൊരു ടെൻഷൻ ഫ്രീ ആയിട്ട് നമുക്ക് എഴുതാൻ പറ്റും. പിന്നെ അത്യാവശ്യം സെയിം മോഡൽ ക്വസ്റ്റ്യൻസ് ഒക്കെ കെമിസ്ട്രിയിലൊക്കെ കാണാൻ പറ്റി. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അങ്ങനെ കുറെ ഒക്കെ ഒരു റിലാക്സ്ഡ് ആയിട്ട് ചെയ്യാൻ പറ്റില്ല. അതേ പ്രാക്ടീസ് ലഭിച്ചോണ്ട് എക്സാം എഴുതുകൊണ്ട് നല്ല യൂസ്ഫുൾ ആയിരുന്നു. ഓക്കെ, മോളെ, താങ്ക് യു. ഓക്കെ, എങ്ങനെയുണ്ടായിരുന്നു എക്സാം? എക്സാം കഴിഞ്ഞ പ്രാവശ്യത്തെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ എനിക്ക് ഫിസിക്സ് കുറച്ചുകൂടെ പാടായിട്ട് തോന്നി. കുറച്ചുകൂടെ നല്ല ലെവലുള്ള ക്വസ്റ്റ്യൻസ് ആയിട്ട്. കഴിഞ്ഞ പ്രാവശ്യത്തെ നല്ലതായിരുന്നു, പക്ഷെ ഇപ്പോഴത്തെ കുറച്ചുകൂടെ ടഫ് ആയിട്ട് തോന്നി. കെമിസ്ട്രിയും ഏതാണ്ട് നല്ല ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ഈ കെമിസ്ട്രി ഇന്നലെ പൊതുവെ ഭയങ്കര ടഫ് ആയിരുന്നു എന്നുള്ളൊരു അഭിപ്രായം വന്നായിരുന്നു. അത് പ്രതീക്ഷിച്ചു തന്നെയാണോ ഇന്ന് വന്നേ? ഇന്നലത്തെ ആ റിവ്യൂ കണ്ടപ്പോൾ കെമിസ്ട്രി ഏതാണ്ട് കുറച്ച് നല്ല ക്വസ്റ്റ്യൻസ് ആയിരിക്കുമെന്ന് പ്രതീക്ഷ തന്നെയാണ് വന്നത്. ഫിസിക്സും നല്ലതായിരുന്നു. അതെ, ഓക്കെ. നമ്മൾ ഫസ്റ്റ് സെഷൻ എഴുതിയ ആളാണ്. ഓക്കെ, അപ്പൊ ഈ ഫസ്റ്റ് സെഷൻ എഴുതിയ ആളെന്ന നിലയ്ക്ക് ലൈക്ക് കമ്പാരിറ്റീവ്ലി ഏതായിരുന്നു ബെറ്റർ? ഇതെനിക്കറിയില്ല, കുറച്ചുകൂടെ കൺഫ്യൂസ്ഡ് ആയിരുന്നു എക്സാം അതെന്ന് എനിക്ക് തോന്നി. ഫിസിക്സ് കെമിസ്ട്രി രണ്ടും നല്ല സ്റ്റാൻഡേർഡ് ഉണ്ടായിരുന്നു അത്യാവശ്യം. ഓക്കെ, നമ്മൾ എക്സാം പ്രൊസീജിയറിന് മുന്നായിട്ട് ഇവിടെ കുറെ ഫ്രിസ്കിങ്ങും ചെക്കിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? കംഫർട്ടബിൾ ആയിരുന്നോ? നല്ല കംഫർട്ടബിൾ തന്നെയാണ്, നല്ല സ്മൂത്ത് ആയിട്ട് തന്നെ എല്ലാം. ഓക്കെ, നമ്മുടെ എക്സാം സെന്ററിന്റെ ആംബിയൻസ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല ആംബിയൻസ് തന്നെ ആയിരുന്നു. ഓക്കെ, നമ്മളിപ്പോൾ ഇവിടെ ഒരുപാട് നമ്മൾ മോഡൽ എക്സാംസ് എഴുതി കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ ഒരു എക്സാമിന് വേണ്ടി വരുന്നത്. അപ്പോൾ ആ ഒരു മോഡൽ എക്സാംസ് നമുക്ക് എങ്ങനെ ഇവിടെ ഉപകാരപ്പെട്ടു? നല്ലോണം ഉപകാരപ്പെട്ടു എന്ന് വെച്ചാൽ ആ ടൈമിൽ നമ്മൾ എന്തൊക്കെ പ്രാക്ടീസ് ചെയ്തു ആ രീതിയിൽ തന്നെ കുറച്ച് അഡ്വാൻസ്ഡ് ആണെങ്കിൽ നമുക്ക് അത്യാവശ്യം എഴുതാനൊക്കെ കഴിഞ്ഞു. ഓക്കെ, ടൈം മാനേജ്മെന്റ് ഒക്കെ? ടൈം അത്ര റെഡി ആയില്ല, മാത്സ് കുറച്ച് ലെങ്തി ആയിരുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു എക്സാം? ഓവറോൾ കുറച്ച് നല്ല എക്സാം ആയിരുന്നു, പക്ഷെ കുഴപ്പമില്ലായിരുന്നു. ഫിസിക്സ് കെമിസ്ട്രി നന്നായിട്ട് ചെയ്യാൻ പറ്റി. ഓക്കെ, ഈ കെമിസ്ട്രിക്കകത്ത് എങ്ങനത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണോ? ഇൻഓർഗാനിക് ആണോ അതോ ഓർഗാനിക് ആണോ കൂടുതൽ വന്നേ? ഓർഗാനിക് ഉണ്ടായിരുന്നു, പിന്നെ സ്റ്റേറ്റ്മെന്റ് വൈസ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. എല്ലാം അത്യാവശ്യം കവർ ചെയ്യുന്ന ടൈപ്പിലായിരുന്നു. ഇന്നലെ കെമിസ്ട്രി ടഫ് ആണെന്ന് പൊതുവെ ഉള്ള ഒരു അഭിപ്രായം ഉണ്ടായിരുന്നു. അപ്പോൾ അത് എക്സ്പെക്ട് ചെയ്തിട്ടാണോ ഇന്ന് വന്നേ? അതെ, പക്ഷെ കുഴപ്പമില്ലായിരുന്നു കെമിസ്ട്രി. വലിയ കുഴപ്പമില്ലായിരുന്നു. ഓക്കെ, അവിടെ എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു? കുഴപ്പമില്ലായിരുന്നു, അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പായിരുന്നു. ഓക്കെ, ഏതാണ് ഏറ്റവും ടഫ് ആയിട്ട് തോന്നിയത്? മാത്സ് തന്നെ ആയിരിക്കും കുറച്ച്. ഓക്കെ, ഏറ്റവും ഈസി ആയിട്ട് തോന്നിയ സബ്ജക്ട് ഏതായിരുന്നു? കെമിസ്ട്രി ആയിരുന്നു. ഓക്കെ, നമ്മളിപ്പോൾ ഒരുപാട് മോഡൽ എക്സാംസ് ഒക്കെ എഴുതിയിട്ടാണ് നമ്മൾ ഒരു എക്സാമിന് വേണ്ടി ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ ആ ഒരു മോഡൽ എക്സാംസ് എങ്ങനെയാണ് നമ്മളെ ലൈക്ക് ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു ഇവിടെ? നല്ല എക്സ്പീരിയൻസ് ആണ്, അതിൽ നിന്ന് കുറേ പ്രാക്ടീസ് ആയതുകൊണ്ട് അതിവിടെ ബെനിഫിഷ്യൽ ആയി. നല്ല രീതിയിൽ തന്നെ ചെയ്യാൻ പറ്റിയ എക്സ്പീരിയൻസ് ആയിരുന്നു. Brilliant Study Center, India's #1 coaching center for NEET and JEE.